മനോജിനൊരു സൂപ്പർ സ്റ്റാറായിട്ട് ഇങ്ങനെ വിരാജിക്കണമെന്ന് ആഗ്രഹമില്ലേ? സത്യം പറ. സത്യമായിട്ട് പറയാം. മമ്മൂക്ക, മോഹൻലാൽ ഇങ്ങനെയൊക്കെയുള്ള റേഞ്ചിലേക്ക് ലെവലിലേക്ക് വരണ്ടേ? മനോജ്, ഈ ജംഗ്ഷനിൽ വെച്ച് നമ്മൾ കള്ളം പറയാൻ പാടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ സത്യമായിട്ട് പറയാം. അതിനുള്ള ഒരു ഞാൻ ഭയങ്കര മടിയനാ സാർ, ഭയങ്കര മടിയനാ. സത്യമായിട്ട് പറയാം, പരമാർത്ഥമാണ്. ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് വേറെ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കുറേ എക്സ്ട്രാ കരിക്കുലർ. മുഷിഞ്ഞ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇല്ല, ഞാനൊരു സുഖിമാനായ ആക്ടറാണ്. എനിക്കിഷ്ടമുള്ള സിനിമകളിൽ പോവുക, എനിക്കിഷ്ടമുള്ള ക്യാരക്ടർ ചെയ്യുക. അത് കഴിഞ്ഞാൽ എനിക്കൊരു 2-3 ദിവസമെങ്കിലും മിനിമം വീട്ടിയിരിക്കണം. സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് പറക്കുക, അതൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സ്വപ്നമില്ല. അത് തന്നെ ഏറ്റവും വലിയ കുഴപ്പം. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു മുഴുവന് വേണ്ടിയാണ് ഞാനത് വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർമാരും ഈ പരിപാടിയുടെ ശില്പികൾ പറഞ്ഞു, സർ, നമ്മളൊരു ജീവിതരേഖ തയ്യാറാക്കുമ്പോൾ അതിൽ സുഖദുഃഖങ്ങളും സങ്കടങ്ങളും വിമ്മിഷ്ടങ്ങളെല്ലാം വരണമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കാണാവുള്ളൂ. മനോജിൻ്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളായിരിക്കും ഒരുപക്ഷെ മനോജിനെ ഈ രൂപത്തിലേക്ക് ആക്കിയത്. പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ കുറേയൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. എൻ്റെ ഒരു മദ്രാസിലെ ജീവിതവും 5 വർഷത്തെ നീണ്ട പ്രണയം, ഉർവശിയുമായി 8 വർഷത്തെ ദാമ്പത്യം. 8 വർഷമില്ല, 99, 2000, 6-7 വർഷം, മാക്സിമം 7 വർഷം. 7 വർഷം. ആ 7 വർഷത്തന്നെ തികഞ്ഞ് സാങ്കേതിക അർത്ഥത്തിലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ താളം തെറ്റി. അതെ, തീർച്ചയായും 2-3 വർഷമായി മുമ്പ് താളം തെറ്റി. 1 വർഷം കൊണ്ട് താളം തെറ്റി. ബാക്കിയുള്ള ദിവസങ്ങൾ, വർഷങ്ങളൊക്കെ ഞാൻ എണ്ണിത്തീർത്തതാണ്. കാരണം അത് എത്രയും, കാരണം ഇനിയൊരു വിവാഹം വേണ്ട, ഒന്ന് കഴിച്ചു, കരഞ്ഞോല്ലാതെ മനോജ് അതിലൊരു കുട്ടിയായി, ഇനി ഒരിക്കലും വേറെ. മനോജ് വളരെ എമോഷണൽ ആയിരുന്നു എന്ന് മനോജ് ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. മനോജിൻ്റെ ഒരു വളരെ അടുത്ത ആൾ പറഞ്ഞു, ഓഹ്, എനിക്കിത് വന്ന് ഭവിച്ചല്ലോ, ഈ ദുരന്തത്തിൽ എങ്ങനെ ഞാൻ കരകയറും. ഇല്ല, അത് ഞാൻ വീട്ടിലിരുന്നോ ആരുടെ മുമ്പിലിരുന്നോ സുഹൃത്തുക്കളോടോ പറഞ്ഞ് കരഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചില വൈകുന്നേരങ്ങളിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒറ്റയ്ക്കായിരുന്നു, ഡ്രൈവറൊന്നും ഉണ്ടാവില്ല, മെറീന ബീച്ച്, മൗണ്ട് റോഡ്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പാർക്കിംഗ് സ്പേസുകളുടെ അടുത്ത് പോയിട്ടിട്ട് എൻ്റെ വിഷമങ്ങൾ മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു തീർക്കും. വണ്ടിക്കകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. ചിലപ്പോൾ അത് സ്ക്രീമിങ്ങിലായിരിക്കാം, പൊട്ടിക്കരച്ചിലായിരിക്കാം, വിതുമ്പലായിരിക്കാം, അങ്ങനെ പല ടൈപ്പ് കരച്ചിലുകൾ ഒറ്റയ്ക്ക് നടത്തിയിട്ട് സമാധാനമായി. ഇനിയിപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്, ഇനി വീട്ടിലേക്ക് പോകാം. കാരണം വേറെ ഒന്നുമല്ല, കുഞ്ഞ് മോള് അത് കാണാൻ പാടില്ല. അച്ഛൻ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ളൊരു അച്ഛനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായുണ്ട്. എന്നാലേ എനിക്ക് അവൾക്ക് എൻ്റെ ഹാപ്പിനെസ് എല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ. അച്ഛന് ഒരു വിഷമങ്ങളും ഇല്ല, അച്ഛനൊന്നും ഒരു വിഷമങ്ങളും അച്ഛന് ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നതാണ് എൻ്റെ മോള്. അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടിയാണ് ഞാനതൊക്കെ ചെയ്തത്. അതുപോലും അങ്ങനെയുള്ള വിഷമങ്ങൾ പോലും എൻ്റെ കുഞ്ഞിനുണ്ടാവരുത്. മനോജിൻ്റെ ജീവിതത്തിലെ സംഘർഷം, ഒരുപക്ഷെ ഞാൻ ഒരു ഘട്ടത്തിൽ ഉർവശിയെ ഒരു അഭിമുഖത്തിന് വിധേയമാക്കിയിരുന്നു. അത് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നെ തന്നെ അവർ തെറ്റിദ്ധരിച്ചു. എന്നുവെച്ചാൽ ഞാൻ വളരെ ബോധപൂർവമായി ചെയ്തതാണോ എന്ന് പോലും സംശയിച്ചു. മനോജ് പക്ഷേ ചില ആൾക്കാരെങ്കിലും വിശ്വസിച്ചിരുന്നത് മനോജ് ഒരു മെയിൽ ഷോവിനിസ്റ്റ്, ഒരു പുരുഷ മേധാവിത്വം ഉള്ള വ്യക്തിയായതുകൊണ്ട് ഉർവശി എന്ന കലാകാരിയെ കൂട്ടിലടയ്ക്കാനുള്ളൊരു ശ്രമമാണ് ആ ഒരു വിവാഹം പരാജയപ്പെടാൻ കാരണമെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. കാരണം കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 3 മാസം കഴിയുമ്പോൾ അഭിനയിക്കാൻ തുടങ്ങി. വീണ്ടും ഇവിടെ അറിയുന്നില്ലെന്നേ ഉള്ളൂ. തമിഴിലെ സീരിയലുകൾ, തെലുങ്കിലെ ചില സിനിമകൾ, അവർ ചെയ്യുന്ന ഗസ്റ്റ് റോളുകൾ, കന്നഡത്തിലെ സിനിമകൾ ഒക്കെ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ സംസാരിക്കും, നമ്മൾ അങ്ങനെ അഭിനയിക്കുന്ന കാര്യം. ഞാൻ അഭിനയിച്ചു വരുന്നത് ഒരു കുഴപ്പമില്ല. അല്ല, അത് നമ്മൾ നിർത്തിയാൽ അത് ആൾക്കാർ വെറുതെ പോയിട്ട്, ചില ആക്ടേഴ്സ് അങ്ങനെ പോയിട്ടുണ്ട്, കല്യാണം കഴിച്ച് ഇനി അങ്ങോട്ടില്ല എന്ന് പോയിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് അഭിനയിച്ച് നടക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേണ്ട, നമ്മളെന്തായാലും നമ്മുടെ പ്രൊഫഷനാണ്. ഞാൻ നീ ചെയ്യുമോ, ഒരു കുഴപ്പം. അത്ര തുറന്ന സമീപനമായിരുന്നു മനോജ്. വളരെ തുറന്ന സമീപനം. അല്ലാതെ ഒരു പൊസസീവ്നെസ്. ആ സമയത്ത് നമുക്ക് തെളിവുകളുണ്ട്. അത് ചെറിയ ചെറിയ ഷോകൾ, രാവിലെ പോയി വൈകുന്നേരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഷോകൾ. അല്ല, ഷോ അല്ല, സീരിയൽ അന്ന് ചെയ്യുന്നുണ്ട്. അവർക്കൊരു സ്വന്തം സീരിയലുണ്ടായിരുന്നു. പിന്നെ തെലുങ്ക് സിനിമകളിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഹൈദരാബാദിന് പോകുന്നു, ഒറ്റയ്ക്കാണ് പോകുന്നത്, ഞാൻ കൂടെ ഒന്നും പോകാറില്ല, അവരുടെ കൂടെ കാണും. കന്നഡ സിനിമകൾ, ഇതിനിടയിൽ കൂടെ തമിഴ് സിനിമകൾ. ഒരുപാട് സാമ്പത്തിക ഭാരം എൻ്റെ തലയിൽ വന്നു. മനോജിൻ്റെ സിനിമകൾ തകർന്നു. എനിക്ക് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരേണ്ട വന്നു. അത് ആ സങ്കടങ്ങളൊന്നും മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സിനിമകൾ എല്ലാം കുഴപ്പത്തിലായി. ഞാൻ മദ്രാസിൽ താമസം മാറി എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ ആ സമയമാണ്.
അപ്പോൾ അവരുടെയും കൂടെ നല്ല അഡ്വൈസിലാണ് ഞാനന്ന് സിനിമകൾ ചെയ്യാറുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഉടനെ സിനിമ ചെയ്യേണ്ട, നല്ലൊരു അവസരം വരുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്താണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ വീണ്ടും ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന പോലെ സംസാരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. എന്നാൽ ഇടയ്ക്ക് ചില സിനിമകൾ, പുനരധിവാസം പോലെ സിനിമകൾ വന്നപ്പോൾ ഞാൻ വീണ്ടും സജീവമായി തുടങ്ങി. തമിഴിലും അതിനോടൊപ്പം തന്നെ ധൂൾ സിനിമ വന്നപ്പോൾ തമിഴിൽ ക്ലിക്ക് ചെയ്തു. പിന്നെ ഞാൻ മദ്രാസിൽ ഇരുന്നുകൊണ്ട് തന്നെ എത്ര തമിഴ് സിനിമകൾ ചെയ്തു. 1 വർഷം ആണ് എന്നെ കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. 1 വർഷം, ആ ഒരൊറ്റ വർഷം. മനോജിൻ്റെ വിവാഹ ജീവിതത്തെ പോലെ തന്നെ വിവാഹ മോചനവും സംഭവബഹുലമായിരുന്നു. മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളാണ്. പക്ഷേ ഒരു അഭിമുഖം അതിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അത്തരം രംഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. മനോജ് ഒന്ന് നോക്കിക്കോളൂ, ഒരുപക്ഷെ ആ രംഗങ്ങളിലേക്ക് ഒന്ന് ഊളിയിടുകയാണെങ്കിൽ. ഉർവശി എത്തിയ ആ കോലം നിങ്ങൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മാന്യ പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് എനിക്ക് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഇപ്പോഴും ദുഃഖമുണ്ട്. പറയേണ്ടി വന്നത് ദുഃഖമുണ്ട്. കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അന്ന് അവിടെ വന്ന് എല്ലാവരും കണ്ട കാര്യമാണ്, നേരിട്ട് കണ്ട കാര്യമാണ്. എനിക്ക് മാനനഷ്ടമൊക്കെ ഒന്ന് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. മാനനഷ്ട കേസ് കൊടുക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. വീണ്ടും ഒരു മാനനഷ്ട കേസ് കൊടുക്കാനുള്ള അവസരം ആയിട്ട് ഉണ്ടാവരുന്നു പറഞ്ഞു. ഞാനതൊക്കെ മറക്കാനാകും. പക്ഷെ ഉർവശി മറുപടി പറഞ്ഞു, മനോജിനെ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. എന്തും കേൾക്കാൻ റെഡിയല്ലേ നമ്മൾ. ഇങ്ങനെ വിശാല മനസ്സ്. ഇങ്ങനെ ഈ പീഡനം എന്ന് പറയുന്ന ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കരിയറിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാനസികമായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ എൻ്റെ സഹപ്രവർത്തകരും പ്രേക്ഷകരായിട്ടും ഒക്കെ ഉള്ളവരുടെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം ചവിട്ടി താഴ്ത്താൻ പറ്റുമോ അത്രയും ശല്യം ചെയ്യുന്നുണ്ട്. ഈ ചെരുപ്പാണ് ഉപയോഗിച്ചത്, ഷൂസാണ് ഉപയോഗിച്ചത് ചവിട്ടി താഴ്ത്താൻ വേണ്ടി. ഞാൻ ഈ കൊച്ചിയിലിരുന്ന് എവിടെ എൻ്റെ കാലിന് ഇത്ര നീളമുണ്ടോ സാർ? മദ്രാസിലിരിക്കുന്ന ഇവരെ ചവിട്ടി താക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഒന്നും കുഴപ്പമില്ല. ഇതൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളല്ലേ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഒക്കെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ ഇതിനൊന്നും മറുപടി എന്നാൽ ഇതിനൊരു മറുപടി ഒരു ചാനലൊന്നും ചോദിച്ചാൽ ഞാൻ പറയത്തില്ല. അവിടെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പരിപാടി തീർന്നു. പിന്നെ ഇതിനെ പറയാൻ പോവില്ല. ഇനിയും എന്ത് വേണം പറയാം, ഒരു കുഴപ്പമില്ല. സത്യമാണ്. സത്യമേവ ജയതേ. സത്യം ജയിക്കുള്ളൂ സാർ, എവിടെയും എന്നും. ഈ ഒരു പ്രതിസന്ധി കണ്ടെത്തൽ മനോജ് വിചാരിച്ചു ഇത്ര പെട്ടെന്ന് സുഗമമായിട്ട് ഈ പ്രതിസന്ധി പിന്നോട്ട് തള്ളി വീണ്ടും തൻ്റെ അഭിനയ ജീവിതം ആ ഒരു സഫലമായ വഴിത്താരിയിലൂടെ നയിക്കാൻ പറ്റും? അതെയോ ഞാൻ ആകെ പ്രശ്നത്തിലേക്ക് പോവുകയാണ്? ഒരിക്കലും ഞാൻ തളർന്നിട്ടില്ല. കാരണം എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. സേഫ്, സുരക്ഷിത വലയത്തിൽ എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അവിടെ തന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ മാറി. കോർട്ട് എനിക്ക് അനുകൂലമായിട്ട് തന്നെ ഇങ്ങനെ ഓരോ വിധിയും തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇതായിരുന്നു. ഉർവശി എന്ന കലാകാരി എങ്ങനെ മനോജ് കാണുന്നത്? ഉർവശി എന്ന കലാകാരി ഞാൻ പറയാറുണ്ടല്ലോ, എവിടെയും പറയാറുണ്ടല്ലോ, ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഇനി ബ്രില്യൻ്റ് ആക്ട്രസ് അല്ലേ, നല്ല ആക്ട്രസ്. ഒരുമിച്ച് അഭിനയിക്കാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടിയാലോ? ഒരുമിച്ച് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടാൻ അഭിനയിക്കാൻ പ്രൊഫഷണല്ലേ, അതിനെന്താ കുഴപ്പമൊന്നുമില്ല. വളരെ ടെക്നിക്കലായിട്ടാണല്ലോ മനോജ് വർത്തമാനം. ഇല്ലല്ല, അത് എന്നറിയാം, ചിലപ്പോൾ അങ്ങനെ നല്ല റോളൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത് തന്നെ. അവരുമായിട്ട് ഈ ഇന്റർവ്യൂ കാണുന്ന ഏതെങ്കിലും സംവിധായകന്മാർ ആ കുസൃതി ഒപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവർ വരട്ടെ. മകൾക്ക് വേണ്ടിയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് മനോജ് ഇടയ്ക്ക് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം എൻ്റെ അമ്മ മരിച്ചു പെട്ടെന്ന്. എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. അപ്പോൾ അമ്മയാണ് ഇവിടെ തൃപ്പൂണിത്തുറ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര സമ്മർദ്ദത്തിലായി ഞാൻ ഒരു കല്യാണം ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇനി വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടി പോവാം. പക്ഷേ എനിക്ക് അതിൻ്റെ വിഷമതകൾ മനസ്സിലായി. കുഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പലരും ഉപദേശിച്ചു, ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ ഒത്തുവന്ന ദൈവം അനുഗ്രഹിച്ച് കൊണ്ടുതന്ന കുട്ടിയാണ് ആശ. നിങ്ങൾക്കൊരു കുഞ്ഞും കൂടിയുണ്ട്. തീർച്ചയായും. ഇപ്പം എൻ്റെ പൊന്നുമോൻ അമൃത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനും ആശയല്ല, കുഞ്ഞാറ്റയാണ്. അമൃതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കുഞ്ഞാറ്റയാണ്. നിധി പോലെ കൊണ്ടു നടക്കുകയാണ്. ആശ ആരോ നമ്മുടെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് മനോജിനോട് പണ്ടും പ്രണയം ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്രണയം ശരിക്കും എൻ്റെ മനസ്സിൽ കത്തിജ്വലിച്ചത് മനോജിനെ കെട്ടണമെന്നുള്ള രീതിയിലേക്ക് എത്തിയത് മനോജിൻ്റെ ഒരു പാട്ട് ഞാൻ ടെലിവിഷനിൽ കേട്ടപ്പോഴാണ്. ആശയുടെ മനസ്സിനെ ഇംഗ്ലണ്ടിലിരുന്ന് കൊളുത്തി വലിച്ച ആ പാട്ട് ഏത് പാട്ടായിരുന്നു? എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ.
നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈനീട്ടുന്നു വീണ്ടും. തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി. നെഞ്ചോരം നാളം തേടിയോ. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ. എന്നും എൻ്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈനീട്ടുന്നു വീണ്ടും. തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി. നെഞ്ചോരം നാളം തേടിയോ. വെറുതെ അല്ല മനോജിനോട് പ്രേമം കത്തിക്കാളിയത്. ഞാൻ അതിൽ എൻ്റെ ഈ പറഞ്ഞ കുറച്ച് സ്വകാര്യ ദുഃഖങ്ങൾ MG ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ മോളാണ് എനിക്ക് വലുത്, എൻ്റെ മോളെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ അച്ഛന് ഇതുപോലെ മോളെ സ്നേഹിക്കുന്നൊരു അച്ഛനാണല്ലോ ഇദ്ദേഹം എന്ന് തോന്നി. നല്ലൊരു അച്ഛനാണല്ലോ എന്ന് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പാട്ടോട് വന്നപ്പോൾ എവിടെയോ ഒരു സ്പാർക്ക് കയറി കൊളുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ആശയ്ക്ക് വേണ്ടിയിരുന്നത് ഒരു ഭർത്താവ് മാത്രമല്ല, തൻ്റെ കുഞ്ഞിന് കൂടി നല്ലൊരു അച്ഛനായിരുന്നു. അതാണ് മനോജിനെ തീർച്ചയായും മനോജുമായിട്ടുള്ള ഒരു. അല്ലാതെ എന്നിലെ സ്റ്റാർഡമോ അല്ലെങ്കിൽ ഇപ്പോൾ ഗായകനോ ഒക്കെ രണ്ടാമതായിരുന്നു. പക്ഷേ എന്നിലെ അച്ഛനെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ ബന്ധമായിട്ടു അങ്ങനെ ഒരു ആലോചന വന്നു. മനോജ് പക്ഷേ സംഗീത രംഗത്ത് കുറച്ചുകൂടി ചൂടുവെക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. ഒരു ആൽബമൊക്കെ പുറത്തിറങ്ങുന്നു, പിന്നീട് മനോജ് പാട്ട് പഠിക്കാത്തതിൻ്റെ ഒരു വിഷമത്തിൽ വേണമെങ്കിൽ മനോജിന് വൈകിട്ടില്ല, വേണമെങ്കിൽ സംഗീതത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് മടങ്ങാം. സംഗീതം പഠിപ്പൊക്കെ ഇനി പ്രയാസമായിരിക്കും. മനോജേ, ഈ പാട്ട് മനോജ് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണോ? ഇതെനിക്കിഷ്ടമായിരുന്നു. കാരണം ഇത് ഫേസ്ബുക്കിലൂടെ വന്നൊരു അവസരമാണ്. ഈ പ്രദീപ് സോമസുന്ദരൻ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്കിഷ്ടമാണ്. മേരി ആവാസുനയിലൊക്കെ ഫസ്റ്റ് അടിച്ച ആൾ ഭയങ്കര ബഹുമാനമുള്ള ആളാണ്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഒരു ഇൻബോക്സിലൊരു മെസ്സേജ്, മനോജ് ഞാൻ പുതിയൊരു ആൽബം ചെയ്യുന്നു, ഞാനാണ് സംഗീത സംവിധാനം, പല ബ്രില്യൻ്റായിട്ടുള്ള സിംഗേഴ്സ് എല്ലാം പാടുന്നു, ഒരു പാട്ട് മനോജ് പാടിത്തരാമോ? എപ്പോഴും പറയാറുന്ന പോലെ എന്നെ കൊണ്ട് പറ്റില്ല, അപ്പോൾ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പം. എന്നാൽ ഞാൻ പിന്നെന്താ ചെയ്യാം എന്ന് പറയുന്ന പരിപാടിയില്ല. അത് വേണോ? അത് വേണ്ട പ്രദീപ്, ഞാനത് സംഗീതമൊന്നും പഠിക്കാത്ത ആളാണ്. അത് നിങ്ങളുടെയൊക്കെ പാട്ട് പാടുമ്പോൾ സൂക്ഷിക്കണം, നല്ല സംഗതികളൊക്കെ ഉണ്ടാവും. അതല്ല, ഞാൻ പാട്ട് ഇട്ട് തരാം, പാട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ തന്നെ അയച്ചു തരാം. അയച്ചു തന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ് പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനമാണ്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പുള്ളി പാവം CD ഒക്കെ ആയിട്ട് വന്നു. എറണാകുളത്തൊരു ചെറിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോ വെച്ച് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ പാട്ട് പാടി. അപ്പോൾ മനോജെ, നമ്മുടെ ഈ സംഭാഷണം സമയത്തിൻ്റെ കുറവ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. നവസിനിമകളെക്കുറിച്ചും മറ്റൊരുപാട് കാര്യങ്ങൾ, മനോജിൻ്റെ ക്യാരക്ടറിനെ അനലൈസ് ചെയ്യാൻ ഇനി ഒരുപാടുണ്ട്. പക്ഷേ ഇനിയും ഇതുപോലെ മനോജ് സ്റ്റുഡിയോയിൽ വരുമെന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. ആ ഒരു ഉറപ്പിൻ്റെ മുകളിൽ നമുക്ക് ഈ സംഭാഷണം തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. മനോജ് എന്നുള്ള ഉള്ളിൽ കിടക്കുന്ന വെമ്പുന്നൊരു സംഗീതജ്ഞൻ്റെ പ്രതിഫലനം എന്ന നിലയ്ക്ക് നമുക്ക് ഒരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം.